എഴുത്തിൻ്റെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാൻ മലയാളികൾക്ക് ഒരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ മനോഹരമായ അദ്ദേഹത്തിൻ്റെ കൃതികൾ തലമുറയ്ക്ക് അതീതമായി എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഓർമ്മകൾക്ക് ഇരട്ടി മധുരം നൽകാൻ ബഷീർ സ്മാരക മന്ദിരമായ ആകാശമിഠായിയും ഉടൻ പൂർത്തിയാകും. കേരള ടൂറിസം വകുപ്പിന്റെ കീഴിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ബേപ്പൂർ ചെറുവണ്ണൂർ റോഡിലുള്ള ഭൂമിയിലാണ് സ്മാരക മന്ദിരം ഉയരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരക മന്ദിരത്തിന് ആകാശമിഠായി എന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരു പേര് നൽകാനില്ല. ബഷീറിന്റെ പ്രേമലേഖനം എന്ന കൃതിയിൽ ഹിന്ദുവായ കേശവൻ നായരും ക്രിസ്ത്യാനിയായ സാറാമയും പ്രണയിച്ചു വിവാഹിതരായപ്പോൾ അവർക്ക് ജനിച്ച കുഞ്ഞിന് നൽകിയ പേര്, ജാതിയും മതവും നോക്കാതെ മതേതരമായി നൽകിയ മനോഹരമായ പേര്. ബഷീർ സ്മാരക മന്ദിരത്തിന് ഇത്ര അനുയോജ്യമായ പേര് നൽകിയത് മന്ത്രിയും തന്റെ സുഹൃത്തുമായ PA മുഹമ്മദ് റിയാസ് ആണെന്ന് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പറഞ്ഞു. റിയാസ് പറഞ്ഞാൽ ഈ സ്മാരകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മതേതരമാവേണ്ടത് ആകാശമിഠായി അങ്ങനെയാണല്ലോ. സാറാമയും കേശവൻ നായരും ഒരു മതേതര ആണല്ലോ ഈ ആകാശമിഠായി. കേരളത്തിലെ ഏറ്റവും കിട്ടാവുന്ന ഒരു സ്മാരകത്തിന് കിട്ടാവുന്ന ഏറ്റവും ആപ്റ്റ് പേരാണ് ആകാശമിഠായി. ഓപ്പൺ തിയേറ്റർ, മ്യൂസിയം, ശില്പോദ്യാനം, ഗ്രന്ഥാലയം, പൂന്തോട്ടം, മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കുമുള്ള വിശ്രമ കേന്ദ്രം എന്നിവയെല്ലാം ചേർന്നതാണ് സ്മാരക മന്ദിരം. ആകാശമിഠായി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആഗ്രഹമാണ് സഫലമാകാൻ പോകുന്നതെന്ന് ബഷീറിന്റെ ശിഷ്യനും മാന്ത്രികനുമായ പ്രദീപ് ഹുഡിനോ പറഞ്ഞു. ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളും അതിൻ്റെ പിൻവശത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ആലോചിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതെല്ലാം ചേർത്തുകൊണ്ട് ബഷീർ സ്മാരകം ഉയർന്നു വരുന്നത് ഇത് മലയാളികളുടെ ഒരു ഒരു മനസ്സിന് കുളിർമ നൽകിക്കൊണ്ട് ഒരു വ്യത്യസ്തമായൊരു സ്മാരകം ഉയരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ കാരണം സ്മാരക മന്ദിരത്തിന്റെ പ്രവൃത്തി നിർത്തിവെച്ചിരുന്നു. വീണ്ടും പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ജനുവരിയിൽ ബഷീറിന്റെ ജന്മദിനത്തിനു മുമ്പ് ആകാശമിഠായി യാഥാർത്ഥ്യമാകണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. അമൃത ന്യൂസ്, കോഴിക്കോട്.